വളരെ വലിയൊരു സോളിഡാരിറ്റി നമുക്കുണ്ട് കേരളത്തിനകത്തും പുറത്തും. അത് നമ്മൾ മിക്കവാറും കാണുന്ന ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് കേരളത്തിനകത്തതാണ്. കേരളത്തിന് പുറത്തു പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് ഇത് മറ്റ് സ്ഥലങ്ങളിലില്ല. ഒരു കോപ്പറേറ്റീവ് ആക്ഷൻ, നമ്മളുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഒരു കോപ്പറേറ്റീവ് ആക്ഷൻ, നമ്മളുടെ ഡെമോക്രസിയുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു എംബെഡ്മെൻറ്റ് ഇൻ അവർ സൊസൈറ്റി. പീപ്പിൾ ആർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ദേ ആർ വില്ലിംഗ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദെയർ റൈറ്റ്. നമ്മളുടെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, സമൂഹത്തിലെ ഏറ്റവും താഴെ ഒരാൾക്ക് പോലും നിങ്ങൾ ഈ 6 ലെവൽസ് ഓഫ് സെപ്പറേഷൻ എന്നുള്ള തിയറി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ലോകത്തിലെ വേറെ ഏതൊരാളും തമ്മിൽ 6 ആളുകളുടെ ഷെയ്ക്ക് ഹാൻഡ് അകലമാണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഞാൻ അറിയുന്ന ആരും ഒരാളുണ്ടാവും, അയാൾ അറിയുന്ന വേറൊരാളുണ്ടാവും. സോ ഇവൻച്വലി വിത്ത് 6 ഷെയ്ക്ക് ഹാൻഡ്സ് എനിബഡി ഇൻ ദ വേൾഡ് ക്യാൻ റീച്ച് എനിബഡി ഇൻ ദ വേൾഡ് എന്നാണ് ഈ 1920s ഉണ്ടാക്കിയൊരു ഹൈപ്പോത്തസിസ് ആണ്. പീപ്പിൾ എംപിരിക്കലി അത് അനലൈസ് ചെയ്ത് നോക്കി ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് വർക്കിംഗ്. ഫേസ്ബുക്ക് 3 വർഷം മുമ്പ് അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. ദേ വർ ആക്ച്വലി സേയിങ് ദാറ്റ് ദർ ഇസ് നോട്ട് ഈവൻ 6 levels ഓഫ് സെപ്പറേഷൻ, 5 levels and you can actually check if you want on your profile and see what is your levels of separation with the world, because അപ്പോൾ ഇത് കേരളത്തിലെ ലെവൽസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ഇസ് ആക്ച്വലി വെരി സ്മോൾ. ദാറ്റ് എനിബഡി ഇൻ കേരള വിത്ത് I don't know 3 handshake away can reach our ministers. അപ്പോൾ ഇത് ലോകത്തെ മറ്റ് സ്ഥലങ്ങളിൽ, ലോകത്തല്ല certainly ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ലെവൽസ് ഓഫ് സെപ്പറേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. വീക്ക് പോയിന്റ്സ് ഞാനിപ്പോൾ മാധ്യമങ്ങളാണ് ഞങ്ങളെ ഏത് സമയവും സമൂഹത്തെ ഡിപ്രസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു, ഫോക്കസ് ചെയ്യുന്ന എല്ലാം നെഗറ്റീവിലാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഈ സമൂഹത്തിലെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമൊന്നുമല്ല മീഡിയയുടെ ഉത്തരവാദിത്വം. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ പുതിയതായിട്ടുണ്ടായ പല മീഡിയാസ് ഉണ്ടല്ലോ, അതായത് എനിബഡി വിത്ത് എ ക്യാമറ ഈസ് എ മീഡിയ നൗ ആൻഡ് ദെൻ യു ഫോളോ ദാറ്റ് വിത്ത് ഓൾ ദീസ് വിഷ്വൽ മീഡിയ വിച്ച് ആർ ചാനൽസ്, അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല ചാനൽ. അവരൊക്കെയാണ് ഈ മീഡിയയുടെ അജണ്ട നിശ്ചയിക്കുന്നത്, അവരാണ് അവരുടെ ടോൺ നിശ്ചയിക്കുന്നത്. ഇഫ് പീപ്പിൾ ആർ ഗോയിങ് ആഫ്റ്റർ ദാറ്റ് ദെൻ എസ്റ്റാബ്ലിഷ് മീഡിയ ഈസ് കമ്മിങ് ഡൗൺ ഫോർ ദാറ്റ്. ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ദെയർസ് എ സെൻസ് ഓഫ് നെഗറ്റിവിറ്റി ഇൻ ദ സൊസൈറ്റി. രണ്ടാമത്തത് നമ്മളുടെ ഈ എക്കണോമിക് റെമിറ്റൻസ് കൊണ്ടുവന്ന ഒരു എക്കണോമിക് കുഷനുണ്ട്. അപ്പോൾ ദാറ്റ് ഹാസ് മെയ്ഡ് മിഡിൽ ക്ലാസ് ലൈഫ് വെരി കംഫർട്ടബിൾ ആൻഡ് ദെയർഫോർ വി ആർ വെരി റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. മുമ്പോട്ട് പോകാനായിട്ടുള്ള മേജർ ഡിഫിക്കൽട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് തയ്യാറല്ല. അങ്ങനെ because we are okay, no one is starving, and everyone has access to healthcare. അപ്പോൾ ഒരു ലെവൽ മൂവ് ചെയ്തതിന് ശേഷം we are stuck and stagnant there, which is a problem. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ സാറ് ലോകത്തിൽ പലയിടത്തും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സ് കമ്പയർ നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വളരെ ഹംബിളാണ് വാസ്തവത്തിൽ ലോകത്തെ കമ്പയർഡ് ടു many parts of the world. We are, as I said, we are democratically very evolved in our system. പക്ഷെ ലോകത്തെ എവിടെയും പൊളിറ്റീഷ്യൻസിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? they work on incentives. അപ്പോൾ ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്താലാണ് അവരുടെ ഇലക്ട്രൽ കാര്യങ്ങൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്, അവിടെയാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ്, ഓരോ സെനറ്ററും വന്നിട്ട് പറയുന്നത് ഞാൻ പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഇന്ന ബില്ലുകൾ അവതരിപ്പിച്ചു, ഇന്ന കാര്യങ്ങളിൽ ഞാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളുടെ നാട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ എത്ര കല്യാണം കൂടി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ കാരണം ആ കല്യാണം കൂടുന്ന ആളുകൾക്കാണ് ആളുകളുടെ ഒരു ഇത് സപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ വരാത്ത ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ
MLA ഫണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ലോക്കൽ PWD ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതല്ലല്ലോ നമ്മളുടെ ഗവർണൻസ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ വരുന്ന ആളുകളുടെ കാലിബറോ കോമ്പിറ്റൻസോ ഒന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവരുടെ ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ഒരു തരത്തിലും ഇപ്പോൾ ഇതല്ല. ഒന്നാമത്തത് നമ്പർ ഓഫ് പൊളിറ്റീഷ്യൻ ഹു ക്യാൻ ഗെറ്റ് ഇൻ ടു കേരളത്തിലൊരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആയെന്ന് പറയുന്ന ഒരു MLA ആകുമ്പോഴാണ്. ഇപ്പോൾ ഈ 34 മില്യൺ ജനസംഖ്യയുള്ള കേരളത്തിൽ 140 MLA-മാർ മാത്രമാണുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UK പോപ്പുലേഷൻ നമ്മളുടെ ഏതാണ്ട് ഇരട്ടിയാണ്, 68-70 മില്യനാണ്. അവിടെ MP-മാർ തന്നെ 700 അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ 20 MP-മാർ അല്ല, അവിടെ MLA-മാർ ഇല്ലയെന്ന് വെച്ചോ, എന്നാൽ പോലും അപ്പോൾ നമ്മുടെ MLA അവിടെ MP ആയിട്ട് ഇക്വലൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ 5 ഇരട്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നമുക്ക് അതില്ല. നമ്മളുടെ MLA-മാരുടെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് ഇറ്റ്സ് നോട്ട് കൺസ്യൂമറേറ്റ് the level of responsibilities which they have and the level of hard work which they do. So I have a very, very positive view of our politicians in general by itself, but also in comparison to what I see in other places. ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിലുള്ള കുറേ ഒരുപാട് മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സർവീസ് നമ്മൾ കേരള ഗവൺമെന്റ് യൂസ് ചെയ്യാത്തൊരു സാഹചര്യം. അവരൊക്കെ പുറത്തേക്ക് ഏതൊരു രാജ്യമാണ് കുറേ കാലം ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഡൽഹി എന്തൊരു ഡിസഗ്രിമെന്റ് കാരണം അങ്ങനെ അവർക്കൊന്നും ഒരു അവസരം നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ താങ്കളായിരുന്നു. എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്കില്ല. ഇവിടെ ഞാൻ ആക്ച്വലി അതായത് കേരള ഗവൺമെൻറ് പ്രോബ്ലി ദ ഫസ്റ്റ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ടു ക്രിയേറ്റ് ഈ ലോക കേരള സഭ പോലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനം വിദേശത്തുള്ള ആളുകളെ നമ്മളായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലും ഗവൺമെൻറ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ഉണ്ടാക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ two-way സ്ട്രീറ്റ്. പുറത്തുള്ള ആളുകൾ ഷുഡ് മേക്ക് എൻ എഫേർട്ട് ടു കം ആൻഡ് ബി കണക്റ്റഡ് ആൻഡ് ഗവൺമെൻറ് ഷുഡ് ഓൾസോ ട്രൈ ടു മേക്ക് എൻ എഫേർട്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പുറത്തുള്ള ആളുകൾക്കൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ പോളിസി മേക്കിംഗ് ഈസ് എസെൻഷ്യലി ഡ്രിവൺ by the civil servants and not by technical experts. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ പോലും നമ്മളുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലെ എക്സ്പെർട്സ് ആർ ദേ ഇൻവോൾവ് ഇൻ അവർ പോളിസി മേക്കിംഗ്? ദിസ് വി ഹാവ് ടു ആസ്ക്. പിന്നെ വെൻ ഐ ഗോ ടു ജപ്പാൻ ഫോർ എക്സാമ്പിൾ, അവിടുത്തെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അതിന് വരുന്നുണ്ട്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വരുന്നുണ്ട്, പിന്നെ വേറെ ഞാനുണ്ട്, വേറെ ആരുണ്ട്. അപ്പോൾ ഈ മിനിസ്റ്റർ വാസ് ലൈക്ക് വാസ് വെരി നെർവസ്. അതായത് പ്രൊഫസർ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഐ ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ്. അപ്പോൾ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നമുക്കൊരു റിഹേഴ്സൽ ചെയ്യണതിന് മുമ്പ്, പ്രൊഫസറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ വരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്ത് അത് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഫസർ വരുന്നു. അപ്പോൾ പ്രൊഫസർ വരുമ്പോൾ ഹീ ഈസ് ദ ബിഗ് പേഴ്സൺ ഇൻ ദ റൂം. അപ്പം ആ ടെക്നിക്കൽ എക്സ്പെർട്ടീസിന് അത്രമാത്രം വാല്യൂ ആണ് അവരവിടെ കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമുക്കത് ഇപ്പം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് മിനിസ്റ്റേഴ്സിൻ്റെ ലെവലിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിൻ്റെ ലെവലിലാണെങ്കിലും ടെക്നിക്കൽ ഇഫ് യു ഹാവ് എ senior civil servant in the room and the university vice chancellor in the room or a university professor in the room, പവർ ഇക്വേഷൻ എവിടെയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ആ ഒരു റിഫ്ലക്ഷനാണ് ഈ വിദേശത്തു നിന്നുള്ള ആളുകളുടെ കയ്യിലുള്ളത്. പക്ഷേ അവരുടെ ഒരു അക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ അവർക്കൊരു ഇത് കിട്ടുന്നില്ല, പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അത് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്.